ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ തന്നെ 45% പ്രൈസ് കറക്റ്റ് ചെയ്തു. സ്മോൾ ക്യാപ്സിലേക്കും ഒക്കെ തന്നെ ചില ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി എടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം വാല്യുവേഷൻ കംഫർട്ട് ഇല്ലാത്തത്. ഈ ഷെയർ വാങ്ങിച്ചൂടെ സാർ? ഞാൻ എന്തിനാ അത് വാങ്ങിക്കുന്നു? അത് കയറി പോകുന്നു, ഇനിയും കയറി പോകുന്നു എല്ലാവർക്കും പറയുന്നു. അതിനാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ഓഹരി വിപണികൾ റെക്കോർഡ് കുതിപ്പാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നിക്ഷേപകർക്ക് പല ഓഹരികളുടെയും സെക്ടറുകളുടെയും കാര്യത്തിൽ ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് PSU സ്റ്റോക്കുകളുടെ കാര്യത്തിൽ. ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജിത്ത് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ VK വിജയകുമാർ നമ്മോടൊപ്പം ചേരും. വെൽക്കം സർ. താങ്ക് യു അഭിലാഷ്. സർ, മാർക്കറ്റിൽ റെക്കോർഡ് കുതിപ്പ് തുടരുകയാണ്. സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു റാലി തുടരാനാണോ സാധ്യത? റാലി ശക്തമാണ്. ബുൾ തരംഗം അനുസ്യൂതം പോകാൻ തന്നെ ഉള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത്. പക്ഷേ ഇത് തുടരുമോ, എത്ര കാലം തുടരും എന്നുള്ള ചോദ്യത്തിനും തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ ആർക്കും സാധിക്കില്ല. മാർക്കറ്റിലെ ലോങ് റൺ മാത്രമാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ഡീസൻറ്റ് സിസ്റ്റമാറ്റിക് റിട്ടേൺസ് ഉണ്ടാവും മാർക്കറ്റിൽ നിന്ന്. ഒരു 16% റിട്ടേൺസ് പ്രതീക്ഷിക്കാം ലോങ് റണ്ണിൽ എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് അടുത്ത ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും, മാർക്കറ്റിലൊരു ക്രാഷ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഉണ്ടാവുമോ, കറക്ഷൻ എത്ര ശതമാനമായിരിക്കും, ഈ വക കാര്യങ്ങൾ ആർക്കും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്താണ്? നിലവിലുള്ള ട്രെൻഡുകൾ നോക്കിയിട്ട്, നിലവിലുള്ള മാർക്കറ്റ് ഡേറ്റ നോക്കിയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എന്താണ് നിലവിലുള്ള പ്രധാനമായിട്ടുള്ള ട്രെൻഡുകളും ഡേറ്റ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ചുരുക്കി പറയാം. 3 കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും വേണ്ടത്. ഒന്ന്, ഇതൊരു ഗ്ലോബൽ റാലിയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്ത്യയിൽ മാത്രമുള്ള റാലിയല്ല. ലോകത്തിലെ മാതൃവിപണിയായിട്ടുള്ള അമേരിക്കയാണ് ഇപ്പോഴും മുന്നിൽ. S&P 500 ഇയർ ടിൽ ഡേറ്റ് 20% കൂടുതൽ മുകളിലാണ്. നിഫ്റ്റി 19% മുകളിലാണ്. അപ്പോൾ ദിസ് ഈസ് എ ഗ്ലോബൽ റാലി ലെഡ് ബൈ ദ US. യൂറോപ്പിലൊക്കെ കുറവാണ്, കാരണം അവിടെ ഇക്കണോമിക് പെർഫോമൻസ് കുറവാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഘടകം, ഈ ഒരു റാലിക്ക് ഫണ്ടമെൻ്റൽ സപ്പോർട്ടുണ്ട്. ഫണ്ടമെൻ്റൽ സപ്പോർട്ടില്ലാതെ ഒരു റാലിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. ഫണ്ടമെൻ്റൽ സപ്പോർട്ട് എന്താണ്? കഴിഞ്ഞ 3 വർഷത്തിൽ 7% കൂടി GDP വളർച്ച ഇന്ത്യയിലുണ്ടായി. ഈ വർഷവും 7% ഉണ്ടാവും. അപ്പം 4% തുടർച്ചയായി, 4 വർഷം തുടർച്ചയായിട്ട് 7% GDP ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്, ഇംപ്രസീവ് ഗ്രോത്ത് റേറ്റ് ആണ്. മൂന്നാമത്, ഇതിന് കോർപ്പറേറ്റ് ഏർണിങ്സും ഉണ്ടാവുന്നുണ്ട്. ഗ്രോത്ത് മാത്രം ഉണ്ടായാൽ പോലെ. ചൈനയിൽ അതാണ് പ്രോബ്ലം. ഗ്രോത്ത് ഉണ്ടെങ്കിലും കോർപ്പറേറ്റ് ഏർണിങ്സ് ഇല്ല. ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഏർണിങ്സും ഉണ്ട്. കഴിഞ്ഞ 4 വർഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോത്ത് 18%. CAGR. ഇറ്റ്സ് വെരി ഗുഡ്. മാർക്കറ്റും വാസ്തവത്തിൽ കഴിഞ്ഞ 4 വർഷം നോക്കിക്കഴിഞ്ഞാൽ 18% CAGR ആണ് എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുത. അപ്പോൾ ഇതാണ് ഈ 2 കാര്യങ്ങൾ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകം. പക്ഷേ ഇന്ത്യയിലെ മാർക്കറ്റിനെ മുന്നോട്ട് ചലിപ്പിക്കുന്ന പ്രധാന ഘടകം, ഒരു പ്രൈം മൂവർ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഫണ്ട് ഫ്ലോസ് ആണ്. ഒരു കാലത്ത് FII മണിയെയാണ് സ്മാർട്ട് മണി എന്ന് പറഞ്ഞിരിക്കുന്നത്, കാരണം പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. പക്ഷേ ഇന്ന് FIIസിൻ്റെ സ്ട്രാറ്റജി ഇന്ത്യയിൽ പാളുന്നു. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രാറ്റജിയാണ് സക്സസ്ഫുൾ ആവുന്നത്. പ്രത്യേകിച്ച് DII സ്ട്രാറ്റജിയാണ് സക്സസ്ഫുൾ ആവുന്നത്. ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. 2022 ജൂൺ മുതൽക്ക് 2024 സെപ്റ്റംബർ വരെയുള്ള പീരീഡ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 28 മാസ കാലയളവിൽ FIIs ഇന്ത്യയിൽ ക്യാഷ് മാർക്കറ്റിൽ വിറ്റത് 1.82 ലക്ഷം കോടി രൂപയാണ്. FII ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. FIIs പ്രൈമറി മാർക്കറ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്യും, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്യും, അവർ ബൾക്ക് ഡീലുകളിലൂടെ മാർക്കറ്റിൽ ബൈയിങ് നടത്തും, മാർക്കറ്റിന് പുറമെ ബൈയിങ് നടത്തും. അത് മാറ്റി വെച്ചിട്ടുള്ള ക്യാഷ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ത്രൂ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവിടെയാണ് വാല്യുവേഷൻസ് ഒക്കെ പ്രധാനമായിട്ട് വരുന്നത്. പ്രൈമറി മാർക്കറ്റിലെ ഇഷ്യൂ പലപ്പോഴും അട്രാക്റ്റീവ് വാല്യുവേഷൻ ആയിരിക്കും, സെക്കൻഡറി മാർക്കറ്റിൽ അതാവില്ല സ്ഥിതി. അപ്പോൾ ഈ 28 മാസ കാലയളവിൽ
FIIs 1.82 ട്രില്യൺ രൂപ, 1.82 ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ വിറ്റു. പക്ഷെ എന്താ മാർക്കറ്റിൽ സംഭവിച്ചത്? സെൻസെക്സ് 2022 ജൂണിലെ 52,000 നിലയിൽ നിന്ന് ഇപ്പോൾ 84,000 മുകളിലായി. സോ FIIs ആക്ച്വലി സോൾഡ് ഇൻ ടു ദിസ് ബുൾ റാലി, ദേ ലോസ്റ്റ് ഔട്ട്. അതേ സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കാലയളവിൽ 28 മാസ കാലയളവിൽ നടന്നത് 5.91 ലക്ഷം കോടി രൂപയാണ്. FIIs വിറ്റത് മുഴുവനും DIIs വാങ്ങിച്ചു എന്ന് മാത്രമല്ല, അവരെ കംപ്ലീറ്റ്ലി എക്ലിപ്സ് ചെയ്തുകൊണ്ടുള്ള ബൈയിങ്ങാണ് നടത്തിയത്. അതുകൊണ്ടായി പറഞ്ഞത് ഇത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ദിസ് റാലി ഈസ് പ്രൈമറിലി ഡ്രിവൺ ബൈ ദിസ് ഗഷ് ഓഫ് ഡൊമസ്റ്റിക് ലിക്വിഡിറ്റി കമ്മിങ് ഇൻ ടു ദ മാർക്കറ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സോ ലോങ് ആസ് ദിസ് ഡൊമസ്റ്റിക് ലിക്വിഡിറ്റി കംസ് ടു ദ മാർക്കറ്റ് വിൽ റിമെയിൻ റെസീലിയൻറ്റ്, ഇറ്റ് ക്യാൻ മൂവ് അപ്പ്, അത് തർക്കമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, റിവേർഷൻ ടു മീൻ എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നതാണ് റിവേർഷൻ ടു മീൻ. അത് ഒരു ഫൈനാൻഷ്യൽ തിയറിയും കൂടിയാണ്. റിവേർഷൻ ടു മീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? മീൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ അരിത്മെറ്റിക് മീനാണ്, ആവറേജാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആവറേജ്. അതായത് ഈ റിവേർഷൻ ടു മീൻ തിയറിയിൽ പറയുന്നത് ആസ്തി വിലകൾ, വാല്യുവേഷൻസൊക്കെ തന്നെ ദീർഘകാല ശരാശരിയിനേക്കാളും വളരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ച് ശരാശരിയിലേക്ക് വരും. അതേപോലെ തന്നെ ഒരു ബെയർ മാർക്കറ്റിലൊക്കെ തന്നെ ദീർഘകാല ശരാശരിയേക്കാളും വളരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഉയർന്ന് ആ ശരാശരിയിലേക്ക് വരും. അപ്പോൾ മാർക്കറ്റ് വിൽ ഓൾവേസ് റിവേർട്ട് ടു ദി ആവറേജ്. അതാണ് റിവേർഷൻ ടു മീൻ. പക്ഷെ ആ റിവേർഷൻ ടു മീൻ സെക്ടറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. നമുക്കതിലേക്ക് വീണ്ടും ഞാനത് വിശദമായിട്ട് പറയാം. പക്ഷേ അത് എപ്പോൾ സംഭവിക്കും ഈ റിവേർഷൻ ടു മീൻ എന്നുള്ളത് ആർക്കും പറയാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് അഭിലാഷിൻ്റെ ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ട് പറയുന്നത്. ഒരു ഷോർട്ട് ടു മീഡിയം ടേം ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും? പല ഷോർട്ട് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ലെബനോണിൽ ഇസ്രായേലി സ്ട്രൈക്കിൽ നൂറുകണക്കിന് ആൾക്കാരാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില സ്വല്പം ഇൻച്ചപ്പ് ചെയ്തിട്ടുണ്ട്. സേഫ് ഹേവൻ ഗോൾഡിൻ്റെ പ്രൈസ് സ്വല്പം കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വോളറ്റിലിറ്റി ഇൻഡെക്സും സ്വല്പം കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ അതിനൊന്നും തീരെ അവഗണിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ സ്ഥിതി തുടരുകയാണെങ്കിൽ ഷോർട്ട് ടേമിൽ മാർക്കറ്റ് ശക്തമായിട്ട് ഇന്ന് തുടരാം. പക്ഷേ മാർക്കറ്റിൽ ഒരു കറക്ഷൻ എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാവാം, എപ്പോൾ ഉണ്ടാവും എന്ന് പറയാൻ സാധിക്കില്ല. ഒരു റിവേർഷൻ ടു മീൻ സംഭവിക്കും. സർ, US ഫെഡിൻ്റെ തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. 0.5% പലിശ അമേരിക്കയിൽ കുറച്ചിരിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കും ഇന്ത്യൻ വിപണികളെ സ്വാധീനിക്കും? ഈ ഫെഡ് കഴിഞ്ഞ സെപ്റ്റംബർ 18 പ്രഖ്യാപിച്ച ഈ നയം, അത് വാസ്തവത്തിൽ അത് പ്രതീക്ഷിച്ചതായിരുന്നു. നമ്മൾ തന്നെ മുമ്പ് വീഡിയോയിൽ അത് പറയേണ്ടായിട്ടുണ്ട്. ഫെഡ് റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് 25 ബേസിസ് പോയിൻ്റ് ആയിരിക്കുമോ 50 ബേസിസ് പോയിൻ്റ് ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളതെന്ന് പറഞ്ഞിരുന്നു. അത് 50 ബേസിസ് പോയിൻ്റ്, 0.5% റേറ്റ് കട്ട് ചെയ്തത്. അതിനേക്കാൾ ഉപരി ആ ഫെഡ് റേറ്റ് കട്ടിനോടൊപ്പം തന്നെ ഫെഡ് ചെയർമാൻ ജെറോം പവൽ നടത്തിയിട്ടുള്ള കമൻ്ററിയാണ് കൂടുതൽ മാർക്കറ്റിന് അനുകൂലമായി മാറിയത്. അദ്ദേഹം പറഞ്ഞത് ഇൻഫ്ലേഷൻ കൺട്രോളിൽ വരുന്നുണ്ട്, ലോങ് ടേം ആവറേജായി 2% എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ട്രോങ് ഓപ്റ്റിമിസം അതാണുള്ളത്. മാത്രമല്ല ഇക്കോണമിയിൽ കാര്യമായിട്ടുള്ള ഒരു ക്ഷീണം കാണുന്നില്ല. അപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഒരു ഷാർപ്പ് സ്ലോ ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് റേറ്റ് കട്ട് ഡിസിഷൻ ആൻഡ് കമൻ്ററി ബൈ ദ ഫെഡ് ഈസ് പോസിറ്റീവ് ഫോർ സ്റ്റോക്സ്, പോസിറ്റീവ് ഫോർ എമേർജിംഗ് മാർക്കറ്റ്സ്, പോസിറ്റീവ് ഫോർ ഇന്ത്യ. സർ, ഇടക്കാലത്ത് PSU സ്റ്റോക്കുകൾ വളരെ വലിയ ഒരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഓഹരികളിലെല്ലാം ഒരു ഇടിവ് ദൃശ്യമാവുന്നുണ്ട്. നിക്ഷേപകർ എന്ത് തന്ത്രമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്? മാർക്കറ്റിൽ ഈ സെക്ടറൽ ചേൺസ് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഒരു 6 മാസത്തെ ഒരു ലീഡിങ് സെക്ടർ ആവില്ല, 6 മാസം കഴിഞ്ഞാലുള്ള ലീഡിങ് സെക്ടർ. 2020 ലീഡിങ് സെക്ടർ ആയിരുന്നില്ല 21 ലീഡിങ് സെക്ടർ, 21 ലീഡിങ് സെക്ടർ ആയിരുന്നില്ല 22 ലീഡിങ് സെക്ടർ. ഇപ്പോഴത്തെ ലീഡിങ് സെക്ടർ മാറുന്നുണ്ട്. ആ സെക്ടറൽ ചേൺസ് എപ്പോഴും മാർക്കറ്റിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൽ ദീസ് സെക്ടറൽ ചേൺസ് ഹാപ്പൻ വെരി ഫാസ്റ്റ്, വളരെ പെട്ടെന്ന് സംഭവിക്കും. ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്, മാർക്കറ്റ് എപ്പോഴും ഓവർ റിയാക്ട് ചെയ്യും. ദേ ഓവർ റിയാക്ട് ടു
പോസിറ്റീവ് ന്യൂസ് ആൻഡ് ഓവർ റിയാക്ട് ടു നെഗറ്റീവ് ന്യൂസ്. ഓവർ റിയാക്ട് ഓൺ ദ അപ്സൈഡ് ആൻഡ് ഓവർ റിയാക്ട് ഓൺ ദ ഡൗൺ സൈഡ്. ഇത് രണ്ടും സംഭവിക്കും. അപ്പോൾ ഇത് മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഡിഫൻസ് സ്റ്റോക്സ് ആൻഡ് റെയിൽവേ സ്റ്റോക്സ്. അതിൽ ഗവൺമെൻറ് ഒരു മാസീവ് ഔട്ട്ലേ നടത്തി മാസീവ് ബയറായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വളരെ കൂടുതലാണ്. ഡിഫൻസും പ്രോഡക്ട്സൊക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ പ്രൊക്യൂർ ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ ഈ 2 മേഖലകളുടെയും ഭാവി വളരെ ശോഭനമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ഇപ്പോഴും അതെ. പക്ഷേ അവിടെയുള്ള ഒരു കാര്യം, മാർക്കറ്റ് വളരെ പെട്ടെന്ന് അതിനോട് ഓവർ റിയാക്ട് ചെയ്തു. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റോക്സിൻ്റെയും ഡിഫൻസ് സ്റ്റോക്സിൻ്റെയും അതിനൊരു ഗ്രൂപ്പായി എടുക്കുകയാണെങ്കിൽ, ഇത് രണ്ടും PSUs ആണല്ലോ പ്രധാനമായിട്ട്. ഈ PSU കമ്പനികളിൽ റെയിൽവേസ് ആൻഡ് ഡിഫൻസ്, ഇഫ് യു ടേക്ക് ദം ആസ് എ ഗ്രൂപ്പ്, കഴിഞ്ഞ 4-5 വർഷക്കാലം എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി വർദ്ധിച്ചത് 3 മടങ്ങാണ്. ഷെയർ പ്രൈസ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വർദ്ധിച്ചത് 10 മടങ്ങാണ്. ഡിഫൻസ് സ്റ്റോക്സിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വർദ്ധിച്ചത് 15 മടങ്ങാണ്. മാർക്കറ്റ്സ് റണ്ണിങ് എഹെഡ് ഓഫ് ഫണ്ടമെൻ്റൽസ് എന്ന് പറയും. അതാണ് ഓവർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വാല്യുവേഷൻസ് വളരെ കൂടുതലായി. ഈ സ്റ്റോക്സൊക്കെ തന്നെ മലയാളികൾ ഒരുപാട് വാങ്ങിയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ്, അതിൻ്റെ വില 2,900, 3,000 അടുത്തെത്തി. നമ്മൾ തന്നെ ജൂണിലെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ് കാര്യം. പ്രോസ്പെക്ട്സ് ആർ ഗുഡ്, ബട്ട് ദർ ഈസ് നോ വാല്യുവേഷൻ കംഫർട്ട്. വാല്യുവേഷൻസ് വളരെ കൂടുതലാണ്. PE റേഷ്യോ ജസ്റ്റിഫയബിൾ അല്ല. അപ്പോൾ ഒരു വാല്യുവേഷൻ കംഫർട്ട് ഇല്ല. വാല്യുവേഷൻ കംഫർട്ട് ഇപ്പോൾ ഉള്ളത് ഫൈനാൻഷ്യൽസിലാണ്. ഫെയർലി വാല്യൂഡാണ്, അട്രാക്റ്റീവ്ലി വാല്യൂഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ അതുകൊണ്ട് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ തന്നെ 45% പ്രൈസ് കറക്റ്റ് ചെയ്തത്. ഒരു 2,900 റേഞ്ചിൽ നിന്ന് 1,700 റേഞ്ചിലേക്ക് വന്നു എന്ന് എൻ്റെ ഓർമ്മ. വലിയൊരു ഷാർപ്പ് കറക്ഷൻ ഉണ്ടായി. അപ്പോൾ ഓവർ വാല്യുവേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കറക്ഷനാണ്. അത് മറ്റ് പല സ്റ്റോക്സിലും ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ ആ കറക്ഷന് ശേഷം ഒരു ഫെയർ വാല്യുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റോക്സിനൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്പെക്ട്സ് ഉണ്ട്, പക്ഷേ വാല്യുവേഷനാണ് നോക്കേണ്ടത്. നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും പറയുക, പ്രൈസ് ഈസ് വാട്ട് യു പേ, വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ് എന്ന് പറയും. സോ ഇഫ് യു ആർ ഓവർ പേയിങ് ഫോർ എ സ്റ്റോക്ക്, യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് വാല്യൂ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ നിക്ഷേപകർ എന്ത് നിക്ഷേപ തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിക്കേണ്ടത്? മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ വാല്യുവേഷൻസ് എലിവേറ്റഡ് ആണ്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലെ വാല്യുവേഷൻ അൺസസ്റ്റൈനബിൾ ആണ്. പക്ഷേ അത് 6 മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലെ വാല്യുവേഷൻസ് കൂടുതലാണ്. അതിനുശേഷം മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ് കയറി. സോ ഇഫ് യു ആസ്ക് മീ, വെൽ ഐ വിൽ സേ ദാറ്റ് ഐ വാസ് റോങ്. പക്ഷെ അത് ഒരുപാട് ഫണ്ട് മാനേജേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്മോൾ ക്യാപ്സിലേക്കും ഒക്കെ തന്നെ ചില ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി എടുക്കില്ല എന്ന് പറഞ്ഞു, കാരണം വാല്യുവേഷൻ കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഒരുപാട് പണം വരുന്ന സമയത്ത്, നാച്ചുറലി SIPസിലൂടെയൊക്കെ വരുന്ന സമയത്ത്, ഫണ്ട് മാനേജേഴ്സ് ഹാവ് ടു ആക്സെപ്റ്റ് ദ മണി ആൻഡ് ഡിപ്ലോയ് ദ മണി. അതുകൊണ്ടാണ് ഈ ഉയർന്ന വാല്യുവേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പറയുന്ന കാര്യം ഇത്രയാണ്. ഒരു ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ചോദിക്കുന്ന സമയത്ത്, ഒന്ന്, സേഫ്റ്റി ഈസ് ഇൻ ലാർജ് ക്യാപ്സ്. ഇപ്പം ലാർജ് ക്യാപ്സിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു വെരി ഷോർട്ട് ടേമിൽ പറയുന്നതല്ല, ഒരു മീഡിയം ടേം കാഴ്ചപ്പാടിൽ പറയുന്നതാണ്. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. സേഫ്റ്റി ഈസ് ഇൻ ലാർജ് ക്യാപ്സ്. സേഫ്റ്റി ഈസ് ഇൻ ക്വാളിറ്റി, നോട്ട് ഇൻ മൊമെൻറ്റം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മൊമെൻറ്റം സ്റ്റോക്സ്. ഇപ്പോൾ ഡിഫൻസും റെയിൽവേസും മൊമെൻറ്റം ആയിരുന്നു. പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ഷെയർ വാങ്ങിച്ചൂടെ സാർ? ഞാൻ എന്തിനാണ് അത് വാങ്ങിക്കുന്നത്? അത് കയറി പോകുന്നു, ഇനിയും കയറി പോകുന്നു എല്ലാവർക്കും പറയുന്നത്. അതിനാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റത്തിൻ്റെ പിന്നാലെ ആളുകൾ പോവുകയാണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കാണ്ട്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ പിന്നാലെ പോകരുത്. ഡോണ്ട് ചേസ് മൊമെൻറ്റം. യു ഷുഡ് ഫോക്കസ് ഓൺ ക്വാളിറ്റി ആൻഡ് ലാർജ് ക്യാപ്സ്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ, മ്യൂച്വൽ ഫണ്ടുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ എപ്പോഴും ഈ സമയത്ത് നല്ല ഉയർന്ന വാല്യുവേഷൻസ് മാർക്കറ്റിലുള്ള സമയത്ത് അസറ്റ് അലോക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസ് എന്താണ്, ആ ഫൈനാൻഷ്യൽ ഗോൾസിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. Give more importance to asset allocation at this point of time in the market. Thank you, sir. Thank you. Thank you.